പാഠം 605. എവിടെ നിന്നോ ഒരു ഫോൺ കോൾ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. സേതുരാമനോ? ക്ഷമിക്കണം സാർ, ആദ്യം എനിക്ക് മനസ്സിലായില്ല. അതെയോ? ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ ഇറങ്ങിയ ലക്കത്തിലോ? ശരി സാർ, ഞാനൊന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വാങ്ങാം. ആയിക്കോട്ടെ സാർ. വിളിച്ചതിൽ വളരെ സന്തോഷം. കലാകേരളം വാരികയിൽ നിന്ന് സേതുരാമൻ സാർ വിളിച്ചിരുന്നു. അന്ന് എന്നെ കൊണ്ട് എഴുതി വാങ്ങിച്ച ലേഖനം ഈ ആഴ്ചത്തെ വാരികയിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെന്ന്. ഇന്നലെ വാരിക പുറത്തിറങ്ങി. കൊള്ളാലോ. അങ്ങനെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറ് ഒരു സാംസ്കാരിക നായകനുമായി. എന്റെ ജീവിതം എന്ന പങ്ക്തിയിൽ ഇതിനു മുൻപ് എഴുതിയവരൊക്കെ കേരളത്തിൽ വളരെയധികം അറിയപ്പെടുന്ന എഴുത്തുകാരും അധ്യാപകരും രാഷ്ട്രീയക്കാരും ഒക്കെ ആയിരുന്നു. എന്നെ പോലൊരു സർക്കാർ ഉദ്യോഗസ്ഥന് ആ പങ്ക്തിയിൽ എഴുതാൻ പറ്റിയെങ്കിൽ അതിനർത്ഥം എന്താണ്? നാട്ടുകാരെ ഉപദേശിക്കാനും വലിയ വലിയ കാര്യങ്ങൾ പറയാനും കഴിവുള്ള ഒരാളായി എന്നെ സേതുരാമൻ സാറിനെ പോലുള്ളവർ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന്. എന്റെ ജീവിതം എന്ന പങ്ക്തി വായിച്ച് ഇനി വായനക്കാർ അവരുടെ അഭിപ്രായങ്ങൾ എഴുതും. അങ്ങനെ എന്നെ പരിചയമില്ലാത്തവർ പോലും എന്നെ അംഗീകരിക്കും. ഇതെല്ലാം നടന്നു കഴിയുമ്പോഴും കെ മോഹനകൃഷ്ണന്റെ മഹത്വം അംഗീകരിക്കാത്ത ഒരൊറ്റ ആളെ ഈ ഭൂമിയിലുണ്ടാവൂ. അത് നീയാ. അതെന്തായാലും വാസ്തവം. വാരികയിൽ ആർക്കും എന്തു എഴുതാലോ. സ്വന്തം ജീവിതത്തിൽ ഈ മഹാൻ എങ്ങനെയാണെന്ന് വായനക്കാർക്ക് അറിഞ്ഞൂടല്ലോ. കൂടെ കിടക്കുന്നവനല്ലേ രാപ്പിനെ അറിയൂ. കണ്ടോ കണ്ടോ, അവൾ അസൂയ പുറത്തുനിന്നുണ്ടോ? ഭാമേ, എന്റെ ജീവിതം എന്ന പങ്ക്തിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അസൂയയും ഭയവുമാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ദോഷങ്ങൾ എന്ന്. നാട്ടുകാർക്ക് എന്റെ ലേഖനം വായിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ നിനക്കൊരിക്കലും അത് മനസ്സിലാവില്ല. മുതിർന്നവരോട് സ്നേഹപൂർവ്വം പെരുമാറുക, അവരെ അനുസരിക്കുക, നമ്മളോട് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് അവരോട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ എന്റെ ജീവിതം എന്ന പങ്ക്തിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ മോഹനേട്ടൻ എഴുതിയത് മുഴുവൻ കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് ചെയ്യുക. ഇത് ചുമ്മാ പറയാൻ കൊള്ളാം മോഹനേട്ടാ. പക്ഷേ ഞാൻ മോഹനേട്ടനോട് എങ്ങനെ പെരുമാറണമെന്ന് മോഹനേട്ടൻ ആഗ്രഹിക്കുന്ന പോലെയാണോ എന്നോട് പെരുമാറുന്നത്? അല്ലേ അല്ല. ഞാൻ മോഹനേട്ടന് ഷർട്ട് മുണ്ട് അലക്കി തേച്ച് തരുമ്പോ തിരിച്ചു മോഹനേട്ടൻ എന്റെ ചുരിദാറ് സാരി അലക്കി തരണം. അങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ ഭർത്താവും നീ ഭാര്യയും. ഭാര്യ ചെയ്യേണ്ട ജോലികൾ ഭാര്യ തന്നെ ചെയ്യണം. അതാണ് മോഹനകൃഷ്ണ സാറിന്റെ സിദ്ധാന്തം. വീട്ടുജോലികൾ മുഴുവനും ഭാര്യ ചെയ്യണം. ഭർത്താവ് ചുമ്മാ ഇങ്ങനെ പ്രസംഗിച്ചോട് നടക്കുക. മോഹനേട്ടാ, സ്വന്തം ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ അന്യർക്ക് ഉപദേശിച്ചു കൊടുക്കരുത്. ഉപദേശിക്കാൻ ഏത് കഴുതിക്കും പറ്റും, അതുപോലെ ജീവിക്കാനാണ് പാട്. എന്റെ ജീവിതം എന്ന ലേഖനം വായിച്ച് ആരെങ്കിലും അനുമോദിക്കാൻ വിളിക്കുന്നതായിരിക്കും. അവരോട് സംസാരിച്ചിട്ട് നീ പറഞ്ഞുള്ള മറുപടി ഉണ്ട്, ഞാനത് പറയും. ഹലോ, എന്താ തന്റെ പേര്? എന്താ തന്റെ പേരെന്താന്ന് പറയണോ? ഓഹോ, എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? താൻ എവിടെ നിന്നാ ഈ മര്യാദ പഠിച്ചത്? മര്യാദ തന്നെ ഞാൻ പഠിപ്പിച്ചുതരാം. സത്യം പറയണോ, താനാരാ? അത് ശരി, എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നെ വരട്ടുന്നോ? എന്റെ സ്വഭാവം തനിക്ക് ശരിക്കറിയില്ല. ഞാൻ ആരാണെന്നാ താൻ കരുതത്? വെക്കണോ ഫോൺ? ആളുകളോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞത് ഇതാണോ മോഹനേട്ടൻ? ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ വാരികയിൽ എഴുതി അത് അച്ചടിച്ചു വന്നതിന്റെ തൊട്ട് പിന്നാലെ ഒരു ഫോൺ വന്നപ്പോഴേക്കും മോഹനേട്ടൻ മര്യാദകേട് കാണിച്ചു. കൊള്ളാം. മര്യാദകൾ കാണിച്ച് ഞാനല്ല, അവനാ. ഒരാളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഫോൺ എടുത്ത ആളോട്
അയാൾ ആരാണെന്ന് ചോദിക്കുന്നത് എവിടുത്തെ മര്യാദയാ? ശരി, അങ്ങനെ ഒരു മര്യാദകേട് അയാൾ കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? ഒരാൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ തിരുത്താൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ മര്യാദ. അല്ലാതെ അയാൾ തന്തയ്ക്ക് വിളിക്കല്ല. ഞാൻ തന്തയ്ക്ക് വിളിച്ചില്ല. ഇപ്പൊ നീ പറഞ്ഞത് കള്ളം. ഹലോ. ഫോൺ കട്ട് ചെയ്ത പ്രശ്നം തീരുന്നു താൻ കരുതിയോ? അങ്ങനെയൊന്നും തീരില്ല. സത്യം പറയണോ, താനാരാ? ഞാൻ നിന്റെ തന്ത. ഇപ്പൊ തന്തയ്ക്ക് വിളിച്ചില്ലേ? ഇനി ഞാൻ കള്ളം പറഞ്ഞൊന്നും പറയല്ലേ. മോഹനേട്ടാ, എന്റെ അറിവിൽ മോഹനേട്ടനെ പോലെ മര്യാദയോട് കാണിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. അങ്ങനെയുള്ള മോഹനേട്ടനാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എന്ന് പറഞ്ഞ് പച്ചക്കള്ളം എഴുതി ഒരു വാരിക്ക് കൊടുത്തത്. അയ്യടാ, ഒരു മര്യാദ വന്നിരിക്കുന്നു. ഞാൻ എന്ത് മര്യാദകൾ കാണിച്ചതാ നീ പറയുന്നത്? എന്ത് മര്യാദകളാണ് കാണിക്കാത്തതായിട്ടുള്ളത്? പറഞ്ഞു വരുമ്പോ കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, കൈക്കുഴി വാങ്ങില്ല, അത്രയും കാര്യങ്ങൾ വളരെ ശരിയാ. പക്ഷേ പറയാൻ അത്രയും സൽഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഒരു നന്മെങ്കിലും പറയാമോ? മോശമായിട്ട് എന്താ പറയാനുള്ളത്? ഭാര്യയോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ല എന്നുള്ളത് പോട്ടെ, നമുക്കങ്ങ് വിട്ടുകളയാം. ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ. ഇതിനെയാണോ മോഹനേട്ടന്റെ രീതിയിൽ മര്യാദ എന്ന് പറയുന്നത്? വാരികയിൽ എന്റെ ജീവിതം എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് വേണേലും എഴുതി വെക്കാം. പക്ഷേ അതൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കാന്നുള്ളത് പാടാണ് സാറേ. ഒരാളോട് അന്തസ്സായിട്ട് പെരുമാറാൻ മോഹനേട്ടനെ അറിയേയില്ല. അയാൾ തന്നെ ആയിരിക്കും. പോയി വിളിക്കാനുള്ള ബാക്കി ചീത്തോട് വിളിക്കൂ. ചെല്ലു. ഹലോ. മര്യാദയ്ക്ക് പറഞ്ഞു നീ ആരാണെന്ന്. ഇല്ലെങ്കിൽ നീ വിവരം അറിയും. നീ എന്താ എന്നെ പറ്റി കരുതിയത്? ഞാൻ ആരെന്ന് നിനക്കറിയാമോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്താൽ നിന്റെ പൊടി പോലും കാണില്ല. അവർ നിന്റെ നമ്പർ കണ്ടുപിടിച്ച് നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നീ എവിടെയുണ്ടോ അവിടെ വന്ന് നിന്നെ പൊക്കും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ നിന്നെ പറ്റി ഒരു പരാതി കൊടുത്താൽ നീ അകത്ത് പോവും. അത് ചെറിയ കേസൊന്നായിരിക്കില്ല. പെൺവാണിഭവും സ്ത്രീ പീഡനമായിരിക്കും. പെൺവാണിഭോ? മാന്യമായി ജീവിക്കുന്ന സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോട് വൃത്തികൾ പറയുന്നു. നീ ആരാണെന്ന്? നീയാണോ മാന്യമായി ജീവിക്കുന്നവൻ? അന്തസ്സായി ജീവിക്കുന്ന സ്ത്രീകളെ ഫോൺ വിളിച്ച് ശൃംഗരിച്ച് പറ്റിക്കാൻ നോക്കുന്ന നീ എങ്ങനെ മാന്യനാകും? സത്യം പറ, എന്റെ ഭാര്യയുമായി നിനക്കെന്താണ് ബന്ധം? എന്റെ ഭാര്യയുമായി എനിക്ക് ബന്ധോ? എന്റെ ഭാര്യ എന്ത് ബന്ധം? എന്റെ ഭാര്യ സുപ്രിയുമായി നിനക്കുള്ള ബന്ധം എനിക്ക് മനസ്സിലായി. അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. തെളിവോ? ഉണ്ടെങ്കിൽ തെളിവായി നീങ്ങി വാ. ഈ നാട്ടിലെ ഏറ്റവും മാന്യനായ മനുഷ്യനാണ് കെ മോഹനകൃഷ്ണൻ. അങ്ങനെയുള്ള എനിക്ക് നിങ്ങളുടെ ഭാര്യയുമായി എന്ത് ബന്ധമാണുള്ളത്? അപ്പൊ നിന്റെ പേര് മോഹനകൃഷ്ണൻ എന്നാണ്. ഇനിയിപ്പം നീ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നീ ആരാണെന്ന് കണ്ടുപിടിച്ച് നിന്നെ ഇടിച്ച് നിന്റെ നട്ടല്ലൊടിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. പെണ്ണുങ്ങളെ വഴി തെറ്റിക്കാൻ നടക്കണ ചെറ്റ. ഹലോ ഹലോ. ഇവനെയൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനാണ്. അവന്റെ ഭാര്യ ഞാൻ വഴി തെറ്റിച്ചെന്ന്. അതിന് അവനെ തെളിവുണ്ട്. തെളിവായിട്ട് അവിടെ വരട്ടെ. അല്ല, ആണും എടുത്തു തന്നെ. മോനയുടെ എന്താ സ്ത്രീയുടെ പേരെന്നാ പറഞ്ഞത്? ഏതാ ഈ സുപ്രിയ? ഇപ്പൊ വിളിച്ച ആളുടെ ഭാര്യ സുപ്രിയ. അവളുമായിട്ട് മോഹനേട്ടൻ എന്താ ഇടപാട്? എന്നുവെച്ചാ ഒരു കാര്യമില്ലാതെ ഒരാൾ വിളിച്ചിങ്ങനെ പറയില്ലോ മോനേട്ടാ. അത് മാത്രമല്ല, അയാൾ വേറെ ആരെയും പറ്റിയല്ല പറഞ്ഞത്, അയാളുടെ ഭാര്യയെ പറ്റിയാണ്. ഒരാൾ സ്വന്തം ഭാര്യയെ പറ്റി ഇങ്ങനെയില്ല കഥ പറയൂ. സത്യം പറ മോനേട്ടാ, ആരാവള്? നീ എന്താ ഭാവി പറയുന്നത്? മോഹനേട്ടാ, അടവന്റെ അടുത്തെടുക്കല്ലേ. മോഹനേട്ടൻ കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല, കൈക്കൂലി വാങ്ങില്ല എന്ന് മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിപ്പോ അതിനേക്കാട്ടിലൊക്കെ വലിയ പരിപാടിയല്ലേ മോഹനേട്ടാ.
പറ, ആരായി സുപ്രിയ? എനിക്കറിയില്ല, അറിയില്ല. പിന്നെന്തിനാ അയാൾ വിളിച്ചത്? അത് അയാളോട് പോയി ചോദിക്കണം. അയാളോട് ചോദിക്കാൻ അയാൾ ആരാന്ന് എനിക്കറിയാമോ? മോഹനയുടെ സുപ്രിയ അറിയാം. അപ്പൊ അവളുടെ ഭർത്താവാണെന്ന് മോഹനത്തിന് അറിയാലോ. ഏതോ ഭ്രാന്തം പറയുന്നത് വെറുതെ എന്നോട് വളയ്ക്കുന്നുണ്ടല്ലോ. എനിക്കെന്താ പറ്റിയത് മോഹനത്തിന് മനസ്സിലാവില്ലല്ലേ? പറയുമ്പോ എന്തൊരു മാലിന്യ. നാട്ടുകാരെ മുഴുവൻ ഉപദേശിക്കാനായി വായികെ കോളം എഴുതുന്നു. എന്റെ ജീവിതം പോലും. മോഹനയുടെ ശരിയായ ജീവിതം എന്താന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഞാൻ പറയട്ടെ, സുപ്രിയ ആരാണെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ബാക്കി ഒന്നും എനിക്ക് കേൾക്കണ്ട. ഉത്തമൻ എന്തിനാ വന്ന് നോക്കട്ടെ. മോഹനോട് ഇവിടെ നിൽക്കാൻ ഉത്തമനോട് ഞാൻ സംസാരിച്ചോളാം. നമസ്കാരം വക്കീലേ. സാറല്ലേ? സാറുണ്ട്. അതിനു മുന്നേ ഉത്തമനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് വക്കീലേ? ഉത്തമനോട് സുപ്രിയ അറിയാമോ? സുപ്രിയ? ഏത് സുപ്രിയ? അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. മോഹനയുടെ പരിചയമുള്ള ഒരു സുപ്രിയെ ഉത്തമൻ അറിയാമോ എന്ന്. അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എന്താണ് കാര്യം എന്ന് വെച്ചാ പറ. വില്ലേജ് ഓഫീസർക്ക് ഏതൊരു സുപ്രിയമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഒരാൾ ഫോൺ ചെയ്തു. വിളിച്ചാൽ വേറെ ആരുമല്ല, ഈ പറയുന്ന സുപ്രിയയുടെ ഭർത്താവ്. വക്കീലെന്തോന്നു ഈ പറയുന്നേ? മോഹൻ സാർ അങ്ങനെ ഒന്നും ചെയ്യൂല സാറേ. അടിമൂടി മാന്യനാണ് എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ ഒരു കാര്യമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഫോൺ ചെയ്യും ഉത്തമ. അത് ഒന്നും രണ്ട് പ്രാവശ്യമല്ല, ഇതുവരെ 3 പ്രാവശ്യം വിളിച്ചു. അല്ല ഇത് നമസ്കാരമുണ്ട് സാറേ. സാറേ ഞാൻ വന്നത് ആ കൃഷ്ണൻകുട്ടിയുടെ പോക്കോരുവിന്റെ കാര്യം അതെന്തായി പറയാൻ വേണ്ടി. ആദ്യം സുപ്രിയയുടെ കാര്യം പറ. ഭാമേ, ഈ പറയുന്ന സുപ്രിയയോ ഇങ്ങോട്ട് വിളിച്ച അവളുടെ ഭർത്താവിനെയോ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ എന്റെ ജോലിയൊക്കെ പോ. എനിക്ക് ഉത്തരവോട് കൂടെ സംസാരിക്കണം. ഇതിനെക്കാട്ടിലും പ്രധാനമായി ഒരു കാര്യം സംസാരിക്കാനില്ല മോഹനേട്ടാ. സുപ്രിയ ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റൂ. എനിക്ക് ആളെ പിടിയില്ല. ആ താലൂക്ക് ഓഫീസിന്റെ അവിടെ ചെരുപ്പ് നടത്തുന്ന ആ പ്രകാശന്റെ ഭാര്യയുടെ പേര് സുപ്രിയ എന്നാണ്. അവരാണല്ലോ മിക്കവാറും കടയിൽ ഇരിക്കാറ്. സാറിന് മനസ്സിലായില്ലേ? ആ വെളുത്ത നല്ല സുന്ദരി, നല്ല ഉണ്ട കണ്ണുള്ള, ഇതുവരെ മുടിയൊക്കെ ഉള്ള. 3 മാസം മുമ്പ് ചെരുപ്പ് വാങ്ങിക്കാൻ ഞാൻ സാറ് കൂടെ ആ കടയിൽ കയറിയത്. അന്ന് സാറിന്റെ സംസാരം കേട്ട് അവര് പറഞ്ഞത് സാറിന് ഓർമ്മയില്ലേ? ഈ മോഹനേരി സാറിനോട് വർത്താനം പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ് എന്ന്. ഇതിനിടയിൽ അങ്ങനെയും ഒരു കഥയുണ്ടോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. അല്ല, ഞാൻ ഓർക്കുന്ന പോലുമില്ല. അവരുടെ പേര് സുപ്രിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മോഹനേട്ടാ മതി, എനിക്ക് കാര്യം പിടികിട്ടി. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കുടുംബം കുളമാണോ? പ്രകാശന്റെ ചെരുപ്പോടെ പൂട്ടി പോയിട്ട് 1 മാസമായില്ലേ? കടം കയറി മുടിഞ്ഞ് പ്രകാശൻ നാട് വിട്ടു പോയെന്ന് താലൂക്ക് ഓഫീസിലെ സഹിത പേരോട് പറഞ്ഞല്ലോ. അയ്യോ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ സാറേ. ഞാൻ അതങ്ങ് മറന്നുപോയി. ആവശ്യമുള്ളത് മറന്നു, ആവശ്യമില്ലാത്തത് ഓർത്തു. ഇനി മേൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വില്ലേജ് ഓഫീസിലേക്കോ ഇവിടേക്കോ വന്നാൽ കുടുംബങ്ങളെ അഹങ്കാരി. ചേട്ടാ പറയണ്ടായിരുന്നു. എന്താ വേണ്ടത് എനിക്കറിയാം. ചെരുപ്പാട് നടത്തി ആളെ പറ്റിക്കലാണ് അവളുടെ ജോലി അല്ലേ? ഇതെന്തായാലും സമ്മതിച്ചില്ല. കളി സത്യഭാമയോട്. ഉത്തമൻ എന്തോ പറഞ്ഞത് കരുതി നീ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. പുറത്തറിഞ്ഞ നാണക്കേടാവും. അപ്പൊ മോഹനന്റെ കാര്യങ്ങളൊക്കെ അറിയാലേ? പുറത്തറിഞ്ഞ നാണക്കേടുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വേണ്ടത്. കുറച്ചു മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ ജീവിതം എന്ന ലേഖനം വായിച്ച് നാട്ടുകാർ മുഴുവൻ നന്നാവുമെന്ന്. പക്ഷെ അതെഴുതിയ ആളുടെ ജീവിതമോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഏതോ ഒരുത്തൻ ഫോൺ ചെയ്ത് എന്തോ പറഞ്ഞത് കരുതി നീ ഇങ്ങനെ പെരുമാറാൻ വലിയ ഇഷ്ടമാണ്. നിനക്ക് എന്നെ അറിയില്ലേ? ഞാൻ അങ്ങനെ ചെയ്യൂ ഇല്ലെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ ഉറപ്പായല്ലോ. എങ്ങനെ ഞാൻ സുപ്രിയ കണ്ടുപിടിക്കും? അവളുടെ ഭർത്താവിനെ എല്ലാത്തും തെളിവിടുന്നല്ലേ പറഞ്ഞത്. ആ തെളിവ് എന്റെ കിട്ടും. പിന്നെ മോഹൻ ഇത്ര കളക്കങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. നോക്കൂ. ആ വിദ്യ, ഞാനാ താലൂക്ക് ഓഫീസിനടുത്ത് ഒരു ചെരുപ്പടമുള്ളത് നിനക്കറിയാമോ? ഞാനെങ്കിലും ഇവിടുന്ന് അന്വേഷിക്കൂ. അത് നടത്തുന്ന ഒരു പ്രകാശനുണ്ട്. അയാളുടെ നമ്പർ അത്യാവശ്യമാണെന്ന് എനിക്ക് സംഘടിപ്പിച്ചു തരണം. കേസോ? പറഞ്ഞു വരുമ്പോ ഇതൊരു കേസ് തന്നെയാ. പക്ഷേ ഈ കേസ് ഞാൻ വക്കീലില്ല, ജഡ്ജിയാണ്. ജഡ്ജി. അതൊക്കെ ഞാൻ പറയാം. നീ ആദ്യം അയാളുടെ നമ്പർ കണ്ടുപിടിക്കാൻ നോക്ക്. അയാളുടെ ഭാര്യയുടെ പേര് സുപ്രിയ എന്നാണ്. ശരി. ആദ്യം പ്രകാശിനെ കണ്ടുപിടിക്കട്ടെ. ബാക്കിയല്ല അത് കഴിഞ്ഞ്. പണിയും കഴിഞ്ഞു. ഇനി അടുത്ത കൃഷി ഓഫീസിൽ പോയി അതുകൂടെ ശരിയാക്കിയ 40 ദിവസം. ചേട്ടാ
ഈ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ വീട്ടിലേക്കുള്ള വഴിയതാ? ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ഇടതുവശത്ത് 4ാമത്തെ വീടാ. ചേട്ടൻ എവിടുന്നാ? ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ പുതിയ താമസക്കാരനാ. ഓ, ചന്ദ്രകുമാർ എന്ന പേര്. ആ, ഓ, പുതിയ വീട് വല്ലതും വാങ്ങിച്ചാണോ അല്ലേ? അതേ, വില്ലേജ് ഓഫീസിലെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ മോഹനേട് സാറിനെ വീട്ടിൽ പോയി കാണണമെന്നൊന്നും ഇല്ല. എന്റെ പേര് ഉത്തമൻ. ഏത് കാര്യവും ശരിയാക്കി തരും. ഇത് ഓഫീസ് കാര്യമൊന്നുമല്ല, പേഴ്സണലാ. ഞാൻ രാവിലെ പുള്ളിക്കാരന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്തു. ഇനിയിപ്പോ വിളിച്ചാലും എടുക്കില്ല. അപ്പൊ പിന്നെ പറയാനുള്ളത് നേരിട്ട് പറയാലോ. അപ്പൊ ശരി. ഈശ്വര, ഇത് അയാളാണല്ലോ, ചന്ദ്രകുമാർ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. സാറിന് വിളിച്ച് പറയാം. ഹലോ. ആ സാറാ, ഞാനാണ് ഉത്തമൻ. കൃഷ്ണൻകുട്ടിയുടെ കാര്യം നടക്കില്ല. സാർ, ഇത് കൃഷ്ണൻകുട്ടിയുടെ കാര്യമൊന്നും അല്ല. രാവിലെ സാറിന് ഫോൺ ചെയ്തില്ലേ? അവന്റെ പേര് ചന്ദ്രകുമാർ എന്നാണ്. ഉത്തമനെ അറിയാം. ഞാൻ അവനെ ഇപ്പൊ കണ്ടു. സാറിന്റെ പേരും അഡ്രസ്സും ഒക്കെ കണ്ടുപിടിച്ച് അവൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇങ്ങോട്ടോ? അതെ സാറ്, സംഗതി പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഒന്ന് സൂക്ഷിക്കണം. 2 മിനിറ്റിനുള്ളിൽ അയാൾ അവിടെ എത്തും. ഹലോ. ചന്ദ്രകുമാറോ? അതാരാ? എന്തേ? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ മോഹനേട്ടാ. ഇപ്പൊ ആരാ വിളിച്ചത്? ആ, ഉത്തമൻ. കള്ളം പറയല്ലേ? ഞാൻ സത്യം പറഞ്ഞത്. നീ വേണമെങ്കിൽ ഉത്തമനോട് ചോക്ക്. അതാണെന്ന് ഞാൻ നോക്കണം. നീ അവിടെ നീ പോയി കാപ്പി എടുക്ക്. മോഹനോട് കാപ്പി കുടിച്ചതല്ലേ? കാപ്പിയല്ല, ചോറ്. ഉച്ചോട് എടുത്തോട്ടോ. ഊണ് ചോറ്റുപാത്രത്തിലാക്കി ബാഗിൽ വെച്ചിട്ടുണ്ട്. എന്നാ നീ പോയി ചാടുന്നുണ്ടോ? എനിക്ക് വല്ലാത്ത ദാഹം. ദാഹിക്കുമ്പോ ചായയാണ് കുടിക്കുന്നത്. ചായ കുടിച്ചാലും ദാഹം മാറും. പറഞ്ഞിട്ടില്ലേ? എന്തോ കുഴപ്പമുണ്ടല്ലോ മോഹനേട്ടാ. ആരാ വന്നിരിക്കുന്നേ? ആ, എനിക്ക് എന്തോടാ, ഞാൻ കണ്ടില്ലല്ലോ. ഓ, എങ്കിൽ പിന്നെ നോക്കട്ടെ കാര്യം. ഈശ്വര. നമസ്കാരം. മോഹനകൃഷ്ണൻ സാറിന്റെ വീടല്ലേ? അതെ. സാറില്ലേ ഇവിടെ? നമസ്കാരം, ചന്ദ്രകുമാറല്ലേ? അതെ. സാറിന് എങ്ങനെ മനസ്സിലായി? നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഇവിടെ സംസാരിച്ച എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. രാവിലെ 2-3 വട്ടം ഇങ്ങോട്ട് വിളിച്ചത് ഞാനാ. ഞാൻ വിളിച്ച സാർ ആരാണെന്ന് ചോദിച്ചു. സാറ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. താൻ എന്താ എന്നെ പറ്റി കരുതിയത്? ഞാനും തന്റെ ഭാര്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നല്ലേ താൻ പറഞ്ഞത്? മാന്യനും സത്യസന്ധനുമായി എന്നെ പറ്റി അനാവശ്യം പറയാൻ തനിക്ക് ആരാ അധികാരം തന്നത്? എന്റെ സ്വഭാവം എനിക്കറിയില്ല. ഞാൻ ഒരു ഗാന്ധിയനാണ് എന്നുള്ളത് നേരാ. പക്ഷെ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ നിന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ആട്ടിച്ചു എന്റെ കവാലയെ പൊട്ടിക്കും. മോഹനൊന്ന് നിർത്ത്. ഇങ്ങനെ ചൂടായിട്ട് എന്താ കാര്യം? അയാൾക്ക് പറയാനുള്ള പറയട്ടെ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ഇങ്ങോട്ട് താമസിക്കാൻ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. എന്റെ ഭാര്യയുടെ പേര് സുപ്രിയ. അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ കാര്യം പറയൂ. ഇന്ന് രാവിലെ ഭാര്യ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോ ഞാൻ അവളുടെ ഡയറി ഒന്ന് എടുത്തു നോക്കി. അതിൽ കുറെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ അറിയാത്ത പലരുടെയും നമ്പറുകൾ. പക്ഷെ ആ നമ്പറിന്റെയൊക്കെ നേരെ പേരെഴുതി വെച്ചതുകൊണ്ട് ഞാനത് വിട്ടു. ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത് കണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടുത്തെ നമ്പറായിരുന്നു അത്. അതിന്റെ നേരെ എന്റെ ജീവിതം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഭാര്യയുടെ ഡയറിയില് അവളുടെ ജീവിതം നമ്പർ കണ്ട ആരായാലും സംശയിക്കില്ലേ? അങ്ങനെ അവൾക്ക് ജീവനായ ആളാരെന്നറിയാനാ ഞാൻ വിളിച്ചത്. സുപ്രിയ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ അവളോട് ഞാൻ ചോദിച്ചു. അപ്പോഴാ സത്യം അറിഞ്ഞത്. ഇന്നലെ ഇറങ്ങിയ കലാകേരളം വാരികയിൽ സാറിന്റെ ഒരു ലേഖനം ഉണ്ടല്ലോ, എന്റെ ജീവിതം എന്ന് പറഞ്ഞ്. ആ ലേഖനത്തിന്റെ അവസാനം മോഹനകൃഷ്ണൻ സാറിന്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. സാറിനെ വിളിച്ച് അഭിനന്ദിക്കാനായി അവൾ ഡയറിയിൽ നമ്പർ എഴുതിയിട്ടതാ. അവള് പറഞ്ഞപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. സാറിനോട് ഞാൻ മോശമായി പെരുമാറിയത് തെറ്റായിപ്പോയി. ഇതൊന്നും നേരിട്ട് പറഞ്ഞ് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. സാറിനോട് ക്ഷമിക്കണം. മോഹനേട്ട, നിങ്ങൾ മാറിക്കേ. ഒന്ന് മാറിക്കും മോഹനേട്ടാ. എന്താണ് ഈ മനുഷ്യ പറ്റി നിങ്ങൾ വിചാരിച്ചത്? മാനിന് സത്യസന്ധനമായി എന്റെ മോഹനേട്ടോട് ഇങ്ങനെ ഒരു വൃത്തിയോടെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? നിങ്ങൾക്ക് നമ്മുടെ ഭാര്യ സംശയം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അവരില്ലാത്ത നേരം നോക്കി അവളുടെ ഡയർ തുറന്നു നോക്കിയത്. ഇതെല്ലാം നിങ്ങൾ തമ്മിലുള്ള കാര്യം. ഞാനത് വിട്ടു. പക്ഷെ ഒരു നമ്പർ കണ്ടപ്പോ അതാരാണെന്ന് ഭാര്യയോട് ചോദിക്കുന്നതിന് പകരം എന്റെ മോഹനേട്ടനെ വിളിച്ച് അനാവശ്യം പറഞ്ഞത് തെമ്മാടിത്തരമാണ്.
ആ ഫോൺ കോളിന്റെ പേരില് തന്നെ കോടതി കേട്ടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വിടുന്നു. മനസ്സിലായല്ലോ? സ്ഥലം വിടാൻ നോക്ക്. ഓ വെറുതെ ആളുകളെ മെനക്കെടുത്താൻ ഇറങ്ങിക്കോളും. ഇവരൊക്കെ തലി കൈകാൽ ഒടിക്കാൻ വേണ്ടത്. മര്യാദയില്ലാത്ത കഴുത. അയാള് നീ തമ്മിൽ എന്താ വ്യത്യാസം? ഭാര്യയുടെ ഡയറിയിൽ ഒരു പേര് കണ്ടപ്പോ അയാൾ സംശയിച്ചു. ഒരു ഫോൺ കോളിന്റെ പേരിൽ നീ ചെയ്തതും അത് തന്നെ. അതല്ല, പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. മോഹനേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു സംശയം തീർക്കണമല്ലോ, വേണ്ടേ? സുപ്രിയ ഡയറിയിൽ എഴുതിയത് മോഹനേട്ടൻ എഴുതിയ ലേഖനത്തിന്റെ പേരാ എന്റെ ജീവിതം എന്ന്. പക്ഷേ എനിക്കെന്റെ മോഹനേട്ടൻ എന്റെ ജീവിതം തന്നെയല്ലേ. അങ്ങനെ പറ്റിപ്പോയതാ. നീ ഒരുപാട് പക്വതയും ബുദ്ധിയൊക്കെ ഉള്ള വക്കീലല്ലേ, എന്നിട്ടാണ് എങ്ങനെ എടുത്തിയാടിയത്? സ്വന്തം ഭർത്താവിന്റെ കാര്യം വരുമ്പോ ചിലപ്പോ പക്വതയും ബുദ്ധിയൊന്നും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. സോറി, ശരിക്കും സോറി. അടിമുടി മാന്യനും സത്യസന്ധനുമായ മോഹനകൃഷ്ണന് ഇതൊന്നും കേൾക്കേണ്ട ഒരു കാര്യവുമില്ലാത്തതാണ്. എന്ത് ചെയ്യാം, ചില ജ്യോത്സ്യന്മാർ പറയുന്നത് പോലെ സമയം മോശമായതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വാരികയിൽ ലേഖനം എഴുതി നാട് നന്നാക്കാൻ ഇറങ്ങി പുലിവാല് പിടിച്ച വില്ലേജ് ഓഫീസറോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.